ഈ വിഷയം തന്നെയാണ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ നിരന്തരമായി സർക്കാരിനോട് 16-ൽ വന്ന LDF സർക്കാർ അന്ന് തൊട്ട ആവശ്യമാണ്. എല്ലാ നിയമസഭാ സമ്മേളനത്തിലും ഈ വിഷയം ഞാൻ ഉന്നയിച്ചു. ഗവൺമെന്റ് ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ല. അതിന്റെ അവസാനത്തെ എന്താ പറയാ രക്തസാക്ഷിയാണ് ഈ കുട്ടി. ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും വനം വകുപ്പിനും തന്നെയാണ്. ഇനിയും ഈ ദുരന്തങ്ങൾ തുടരും. ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം ഖേദം പ്രകടിപ്പിക്കുകയും നഷ്ടപരിഹാരം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ നിലപാടുമായി ഗവൺമെന്റ് തുടരുകയാണ്. അത് പോലീസ് അന്വേഷിക്കേണ്ട ഒരു വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ആ വിഷയത്തെ അങ്ങനെ തന്നെ പോലീസ് കാണേണ്ടതുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. എത്ര മരണങ്ങൾ നിലമ്പൂരിലുണ്ടായി, കേരളത്തിലുണ്ടായി. 1000-ലധികം വന്യജീവി ആക്രമണങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടുവെന്ന് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന്റെ നിയമസഭയിൽ വെച്ചതാണ്. യുദ്ധക്കളം പോലെയായിട്ട് മലയോര മേഖലകൾ മാറുകയാണ്. ആ സമയത്തുണ്ടാകുന്ന താൽക്കാലിക പ്രതിഷേധത്തിൽ ഒതുങ്ങുകയാണ്. ഇന്നലെ രാത്രി ടെലിവിഷനിൽ കണ്ടു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, സുഖമില്ലാതെ വൈകിട്ട് 7 മണിക്ക് മണ്ഡലത്തിൽ നിന്ന് മടങ്ങിയതാണ്. ഈ വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത് പ്രതിഷേധങ്ങൾ വേണം. ആശുപത്രി റോഡ് തടസ്സപ്പെടുത്തിയിട്ടല്ല ഈ പ്രകടനപരത കാണിക്കേണ്ടത്. ഈ പറഞ്ഞ ആളുകളെയൊന്നും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പോരാട്ടം നടത്തി അവസാനം ജയിലിൽ പോകേണ്ടി വന്നത് ഈ കർഷകർക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. ഇന്നലെ അവിടെ നടത്തിയ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അത് ഈ സർക്കാരിനെ സഹായിക്കുന്ന നിലപാടാണ്. അദ്ദേഹം അതിന് മാപ്പ് പറയണം. കാരണം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നാ പറഞ്ഞത്. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം, അങ്ങനെ ഒരു സംഘർഷമേ കേരളത്തിലില്ല. ഏകപക്ഷീയമായിട്ട് മൃഗങ്ങള് മനുഷ്യരെ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊല്ലുകയാണ്. അതിനെ വന്യമൃഗ മനുഷ്യ സംഘർഷം എന്ന് ഒരു നിലക്കും പറയാൻ കഴിയില്ല. അത് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിക്കുന്ന സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ നിലപാടിനെ പിന്തുണക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഇനിയെങ്കിലും ഈ വന്യജീവി മനുഷ്യ സംഘർഷം എന്ന വാക്കുകൾ പൊതുപ്രവർത്തകർ ഒഴിവാക്കേണ്ടതാണ്. അത് ഈ സംഘർഷം മനുഷ്യരെ കൊന്ന് മലയോര മേഖലയിൽ നിന്ന് കുടിയിറങ്ങണം എന്ന നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ സഹായിക്കുന്ന നിലപാടാണ്. അതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. വനമന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ട്, ഈ സംഭവം ഗൂഢാലോചനയുണ്ട്, ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വീണ് കിട്ടിയ അവസരമായിട്ടല്ല കാണുന്നത്, പകരം ഇത് ഉണ്ടാക്കിയെടുത്തൊരു അവസരമായിട്ടാണ് കാണുന്നത്. അതിൽ 2 കാര്യമാണ്. ഇത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ട ഒരു വിഷയമായിട്ട് ഞാനും കാണുന്നില്ല. പക്ഷെ മന്ത്രി പറഞ്ഞ ആ കാര്യം ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ പോലീസും സൗകര്യങ്ങളും എല്ലാം ഉള്ളത് ഈ ഗവൺമെന്റിന്റെ കയ്യിലാണല്ലോ. അടിയന്തരമായി ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണോ? അല്ല, അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ലെങ്കിൽ മന്ത്രി അതിന് മാപ്പ് പറയണം. മന്ത്രിയും അത് വോട്ടാക്കാൻ രാഷ്ട്രീയം കളിക്കുകയാണ്. എന്ത് ഗൂഢാലോചന? മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാട്ടിൽ കൊണ്ടുപോയിട്ട് ആരെങ്കിലും കമ്പി വെക്കുവോ? അത് പന്നിയെ പിടിക്കാൻ വേണ്ടി വെച്ചതാണോ എന്നുള്ളത് പരിശോധിക്കണം. അല്ല, വന്യമൃഗ ശല്യത്തിന് വേണ്ടിയിട്ട് വെച്ചതാണോ എന്ന് പരിശോധിക്കണം. ഇതൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സർക്കാർ ഇതിൽ ഇടപെടാത്തത് കൊണ്ടാണ്. നിരവധിയായ തവണ പറഞ്ഞ അടിക്കാടുകൾ എവിടെയും വെട്ടുന്നില്ല. ഈ പന്നി പെറ്റ് വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം ഫോറസ്റ്റിൽ അടിക്കാടുകൾ വെട്ടുന്നില്ല. കർഷകർക്ക് 10 സെന്റ് ആണെങ്കിലും അരാക്കറാണെങ്കിലും അവർക്ക് കാട് വെട്ടാൻ കഴിയുന്ന കൃഷി ഉണ്ടാക്കുന്നില്ല. കൃഷി ഉണ്ടാകുമ്പോൾ തെളിഞ്ഞു നടക്കും. ഉണ്ടാക്കുന്ന കൃഷി മുഴുവൻ ഈ പന്നിയും ആനയും വന്ന് നശിപ്പിക്കുമ്പോൾ പിന്നെ കർഷകരെങ്ങനെ ജീവിക്കും? അപ്പോൾ മനുഷ്യർ ജീവിക്കുന്ന പ്രദേശം കൂടെ ഈ പറഞ്ഞതുപോലെ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായി മാറുകയാണ്. അദ്ദേഹം പറഞ്ഞത് കേരളം ഒരു തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു. അതിനാണ് നടപടി വേണ്ടത്. അതിന് ഈ ഗവൺമെന്റിന് 5 പൈസ ചെലവാക്കാനില്ല. 3000 കോടി രൂപ ചെലവഴിച്ചാൽ കേരളത്തിലെ ഈ 1000-ഓളം കിലോമീറ്റർ വരുന്ന വനമേഖലയിൽ ഇന്റർനാഷണൽ ലെവലിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ സാധിക്കും. അതിന് 1 കിലോമീറ്ററിന് 2 ലക്ഷം 3 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. എവിടെ എത്തിൽ 1 കോടി രൂപ വേണം ഇന്റർനാഷണൽ ലെവലിൽ. ഒരു ആനയും വരില്ല, ഒരു കാട്ടിയും വരില്ല, ഒരു മൃഗത്തിനും ക്രോസ് ചെയ്യാൻ കഴിയില്ല. അതിൽ ഇലക്ട്രിക് ഷോക്ക് ഉണ്ട്, മാഗ്നറ്റിക് ഷോക്ക് ഉണ്ട്. ആനക്കൊന്നും അതിന്റെ പ്രദേശത്തേക്ക് അടുക്കാൻ കഴിയില്ല. കോടികൾ ചെലവഴിച്ച് തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ ഈ 489 പഞ്ചായത്തിലെ 1.5 കോടി ജനങ്ങളെ സംരക്ഷിക്കാനുള്ള
ഒരു ബാധ്യത ഈ ഗവൺമെന്റ് നിറവേറ്റില്ല. ഇതാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം. അതാണ് നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഇത് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്, വന്യമൃഗ മനുഷ്യ സംഘർഷം എന്ന് പറയുന്ന സംഗതിയല്ല. മനുഷ്യരെ ഏകപക്ഷീയമായിട്ട് മൃഗങ്ങൾ ആക്രമിക്കുകയാണ്. അത് പറയുന്നവർ അത് തിരുത്തണം, അത് ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പറയുമ്പോഴും എന്തായാലും ഇത് ചർച്ച ചെയ്യപ്പെടുക തന്നെയല്ലേ? ഇങ്ങനെ വിഷയം വിവാദമാക്കരുതെന്ന് പറയുമ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടുക തന്നെയല്ലേ? അല്ല, വിവാദമാക്കരുത് എന്നല്ല പറയുന്നത്. വിവാദമാണല്ലോ ഇത് ഓൾറെഡി. അതിനെ ഗവൺമെന്റിന് സഹായകമായ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന വാക്ക് എന്താണ്? എന്ത് സംഘർഷം മനുഷ്യൻ നടത്തുന്നത്? ഒരു സംഘർഷം എന്ന് പറയുന്നത് രണ്ടു കൂട്ടർ തമ്മിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ ഫൈറ്റിങ്ങോ ആണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ലല്ലോ. ഇവിടെ ഏകപക്ഷീയമായിട്ട് മനുഷ്യനെ ആക്രമിക്കല്ലേ. ഇത് ആരുണ്ടാക്കിയതാണ്? കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ നരേഷാണ്. രാജ്യത്തിന്റെ പാർലമെന്റിൽ എപ്പോഴും ബില്ല് ചർച്ച ചെയ്യുമ്പോഴും പറയാ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്നാ. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. അത് ഇതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ നടത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്റ്റേറ്റ്മെന്റിന് അനുകൂലമായി അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടോ? അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. എന്ത് പ്രതിഷേധം? ഇനി എങ്ങനെ പ്രതിഷേധിക്കാനാണ്? 3-4 വർഷമായില്ലേ നിത്യം പ്രതിഷേധിച്ച് ജയിലിൽ വരെ ഞാൻ പോയി. ഇനി ഇങ്ങനെ പറയാം, ആരോട് പറയാൻ? ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങളാണിത്. അവർക്കതിലേക്ക് തിരിഞ്ഞു നോക്കാനില്ലെങ്കിൽ ഞാൻ പടച്ചവനോട് പറയുന്നുണ്ട്, ഈ മനുഷ്യരെ പടച്ചവനെ നീ കാത്തു രക്ഷിക്കണം. അല്ലാതെ ഈ ഗവൺമെന്റ് കാത്തിട്ട് ഈ മനുഷ്യരെ രക്ഷപ്പെടില്ല. ഇന്നലെ ഈ സംഭവത്തിലും ഇന്നലെ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു. വലിയ പ്രകടനങ്ങളും പ്രതിഷേധ റോഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM ആരോപിക്കുന്നത് അത് രാഷ്ട്രീയമായി വിഷയത്തെ രാഷ്ട്രീയമാക്കാനുള്ള ശ്രമം ബോധപൂർവമായി നടത്തിയതിനുള്ള ഗൂഢാലോചനയുള്ള അത്തരം ഗുരുതരമായ ആരോപണങ്ങളാണ് CPM ഉന്നയിക്കുന്നത്. MP കൊണ്ട് വർഷം ആദ്യമായി കാണുമ്പോൾ അതാണ് പറയുന്നത്. അല്ല, അതിപ്പോ ഇവിടെ നടക്കുന്ന ഈ എന്റെ പിന്നിൽ SDPIയും ഈ പറയുന്ന എന്താ പറയാ ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറഞ്ഞു. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്നിൽ SDPIയും ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞൊഴിയുന്നതിനപ്പുറം ഇവിടെയും ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്ന് എന്ന് ഒറ്റ വാക്ക് പറഞ്ഞു പോയാൽ മതിയോ? ഗൂഢാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ. ഇന്ന് ആളെ അറസ്റ്റ് ചെയ്യട്ടെ അങ്ങനെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ പച്ചക്കളവ് പറഞ്ഞ് ഈ പറയുന്ന കർഷകരെ എന്താ പറയാ ഈ രീതിയിലാക്കി വിടുക, അതിലപ്പുറം ഒന്നുമില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് അവിടെ മനസ്സിലാകും. ഇനി ഒരു പ്രതിഷേധമില്ല. ഇനി പ്രതിഷേധം പടച്ചവനോട് പറയാന്നല്ലാതെ, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ഈ പറയുന്ന ഫോറസ്റ്റ് ഓഫീസുകളും മാസങ്ങളോളം അത് അടച്ചിടുന്ന രീതിയിലേക്കുള്ള ശക്തമായ സമര പരിപാടിയുമായി പോകണം. അതിന് ജനങ്ങൾ ഒന്നിക്കണം. ആ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ മേഖലയ്ക്ക്, ഈ മലയോര മേഖലയ്ക്ക് ഒരു പുതിയ ജില്ല തന്നെ രൂപീകരിക്കണമെന്ന് പറയുന്നതൊക്കെ ഇതുകൊണ്ടാണ്. ഇത് പ്രത്യേകം അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അപ്പോ ആ രീതിയിലേക്ക് ഉള്ള ഒരു ഭരണപരമായ നീക്കം ഗവൺമെന്റ് നടത്തണം. അതിനുള്ള ഫണ്ട് ഗവൺമെന്റ് കണ്ടെത്തണം. ഫണ്ടുണ്ടല്ലോ. ഈ മനുഷ്യരെ രക്ഷിക്കാനുള്ള ഫണ്ട് മാത്രം ഇല്ല എന്ന് പറയുമ്പോൾ അതിലെന്ത് ന്യായ? അതിനെന്ത് ഗോവിന്ദ മാഷക്ക് എന്താ പറയാനുള്ളത്? കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, 3 കോടി വെച്ച് ഫെൻസിങ് ചെയ്താൽ ഈ പ്രശ്നങ്ങൾ കേരളം മുഴുവൻ തീരുമെന്ന്. അതിന് ഈ ഗവൺമെന്റിന്റെ മറുപടി എന്താ? അതും കൂടി പറയട്ടെ മാഷ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ. 13, 14, 15 മുഖ്യമന്ത്രി അവിടെ വരുന്നുണ്ടല്ലോ. നിങ്ങൾ ചോദിക്ക്. നിങ്ങളെന്താ മുഖ്യമന്ത്രിയോടൊന്നും ചോദിക്കാതെ എന്നോട് മാത്രം ചോദിക്കുന്നത്? ആർക്കതിന്റെ ഉത്തരവാദിത്വം? അത് തന്നെയാണ് ഇതിലെ വിഷയം. പന്നിനെ പിടിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പന്നി നാട്ടിലേക്ക് ഇറങ്ങിയിട്ടാണല്ലോ ആളുകൾ അത് ചെയ്യാൻ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതാ പറഞ്ഞത്. ഈ പന്നിയെ കാട്ടിൽ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാ? സർക്കാരിനല്ലേ. അതിനെന്താ മാർഗം? അവർക്ക് ആവശ്യമായ തീറ്റ ഉണ്ടാവണം, വെള്ളം ഉണ്ടാവണം, അതിർത്തി കടന്നു വരാതിരിക്കാനുള്ള ഫെൻസിങ് ഉണ്ടാവണം. ഈ വിഷയം തീരും. വളരെ സിമ്പിളാണ്. ഇനി വിദേശ രാജ്യങ്ങളിലൊക്കെ വരുന്ന പോലെ ഇതിന്റെ ബർത്ത് കൺട്രോള് ഓരോ വർഷവും എക്സീഡ് ചെയ്യുന്ന എണ്ണത്തിനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഹണ്ടിങ് നടക്കുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെ, കാനഡ ഉൾപ്പെടെ. മാർച്ച് ഏപ്രിലില് ഓസ്ട്രേലിയ, നിങ്ങൾക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ കങ്കാരുള്ളതാണ്. കർഷകർക്ക് വലിയ പ്രശ്നമുണ്ട്. അവിടെ മാർച്ച് ഏപ്രിലിൽ ഒരു കങ്കാരുവിനെ ഓരോ ഏരിയയിലും വെടിവെക്കാൻ കർഷകർക്ക് തോക്കും $100 കൊടുക്കുകയാണ് ഇതിന് ബർത്ത് കൺട്രോളിന്. ലോകത്തെ എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും ഇത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് പെരുകി മനുഷ്യൻ. ഇവിടുത്തെ ആവശ്യം പശ്ചിമഘട്ടത്തിൽ നിന്ന് കർഷകർ താഴെ ഇറങ്ങണം. ഇവിടുത്തെ വനവിസ്തൃതി വർദ്ധിക്കണം. അതിനെന്താ മാർഗം? നിയമം കൊണ്ട് ജനങ്ങളെ ഇറക്കാൻ കഴിയില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ കടുവയും ആനയും പന്നിയും വന്ന് മനുഷ്യനെ ആക്രമിച്ച് മനുഷ്യൻ നിർബന്ധിത സാഹചര്യത്തിൽ ഇറങ്ങി പോവാണ്. അതിന് ഈ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് പദ്ധതി ഉണ്ടാക്കിയല്ലോ. 15 ലക്ഷം രൂപ കിട്ടും. ഈ 160ഓളം കുടുംബങ്ങൾ നിലമ്പൂരിൽ കുടിയിറങ്ങി. 10 സെന്റ് സ്ഥലവും വീടും 15 ലക്ഷം. 1 ഏക്കറയും വീടുമാണെങ്കിലും 15 ലക്ഷം. 10 ഏക്കറയും വീടുമാണെങ്കിലും 15 ലക്ഷം. ഈ 15 ലക്ഷം സർക്കാരിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങി 100 കണക്കിന് കർഷകർ വീട് വിട്ടിറങ്ങി നിലമ്പൂരിൽ.
ഞാൻ പോയി അവരെ കാല് പിടിച്ച് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ സ്ഥിതി? ആ പാട്ടക്കരിമ്പിലൊക്കെ ആ ഏരിയയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വനമിറങ്ങി, അത് കാടായി. അപ്പൊ അടുത്ത അങ്ങാടിയിലേക്ക് വരും. ഇതിങ്ങനെ തിരക്കി 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 അറബിക്കടൽ വരെ മനുഷ്യരെ കൊണ്ടുപോകുന്ന ഈ പറയുന്ന കാർബൺ ഫണ്ടുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ലോബിയിങ്ങിന്റെ ഭാഗമായിട്ടാണ് വെസ്റ്റേൺ ഗഡ്സിന്റെ സാന്നിധ്യം ഇവിടെ ചൂട് കുറക്കുന്നതിൽ വലിയ പാർട്ട് വഹിക്കുന്നുണ്ട്. ഓസോൺ പാളിക്ക് വിള്ളൽ വീണു, രാജ്യത്ത് ലോകത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൂട് വർദ്ധിക്കാൻ എന്താ വേണ്ടത്? ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടണം, കുറയാൻ. ആ ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ വനവൽക്കരണം നടക്കണം. ആ വനവൽക്കരണം നടക്കണമെങ്കിൽ പശ്ചിമഘട്ടം ഏറ്റവും സൂട്ടബിൾ ഏരിയ ആണ്. അപ്പൊ അവിടെ ജനങ്ങളെ താഴെ ഇറക്കണം. എന്തിന്? ലോകത്തിന്റെ ചൂട് കുറക്കാൻ. അതിന്റെ ഭാരവും ഈ പാവപ്പെട്ട കർഷകർക്ക്. അങ്ങനെ ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഗൂഢാലോചന ഇന്റർനാഷണലി വളരെ വലുതാ. സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ റിട്ട് സുപ്രീം കോടതിയിലുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. ഇതിനൊന്നും അഡ്രസ് ചെയ്യാതെ അതിന്റെ പിന്നിൽ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് പൊടി തട്ടിപ്പോവും. പിന്നെ ഫോറസ്റ്റിൽ എഴുതി വെച്ചിരിക്കുക 10 ലക്ഷം ചെക്ക് അങ്ങനെ ഒപ്പിട്ട് വെച്ചിരിക്കുക. ആരാണ് മരണപ്പെടുന്നത് അവന്റെ പേര് മാത്രം എഴുതി ചേർത്താൽ മതി. എല്ലാ DF ഓഫീസിലും ചെക്കുണ്ട്. 5 ലക്ഷം സ്റ്റേറ്റും 5 ലക്ഷം സംസ്ഥാനവും. അപ്പൊ എത്ര ആള് മരിച്ചു വീണാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. ഇന്നലെ ഈ സമരം നടന്ന സമയത്ത് സമരം നടത്തി കസ്റ്റഡിയിലായ പ്രവർത്തകരെ സ്ഥാനാർത്ഥി ഹരിഹരൻ ഷൗക്കത്ത് അടക്കമുള്ള നേതാക്കൾ എത്തി വാഹനത്തിൽ നിന്നും ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടുപോയി. അതിനെങ്ങനെയാണ്? അത് സ്വാഭാവികമായിട്ടും സമരരംഗത്ത് ഇറങ്ങുമ്പോൾ സംഘർഷങ്ങൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാവും. അതിനൊക്കെ രാഷ്ട്രീയമായിട്ട് ആ രീതിയിൽ തന്നെ ഒരു സമരത്തിന്റെ ഭാഗമായി കണ്ടു. അതൊന്നും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് പറയാൻ ഞാനില്ല. അവർ ഇന്നലെ നടത്തിയ സമരത്തിന്റെ രീതി ആശുപത്രി റോഡാണ് ബ്ലോക്ക് ചെയ്ത്. പല രോഗികൾക്കും അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ പ്രകടനപരത നടത്തിയവരൊന്നും ഞാൻ നിലമ്പൂരിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ, അത്രേ പറഞ്ഞുള്ളൂ. ഇവരൊക്കെ എവിടെയായിരുന്നു? ഈ ജനങ്ങളോട് എന്തോ ഒരു സ്നേഹം. ഇപ്പോ ഒരാളെയും കണ്ടിട്ടില്ലല്ലോ ഞാൻ ജയിലിൽ പോയപ്പോഴൊന്നും. അല്ല, അതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നു, ഞാൻ പറയണ്ടല്ലോ. ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഉൾപ്പെടെ പറഞ്ഞത് ഈ ഒരു മരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ശരിയായ രീതിയല്ല ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിന്നാണ്. അല്ല, അത് അദ്ദേഹത്തിന്റെ ഭാഷയാണ്. അദ്ദേഹം നല്ല ഭാഷയിൽ സംസാരിക്കുക. അദ്ദേഹം എവിടെയായിരുന്നു ഈ കാലം അത്രയും? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞാൻ നിലമ്പൂർക്കാരനാണ്, എറണാകുളത്ത് പോയി മത്സരിച്ചപ്പോ അതിന്റെ വീഡിയോ വരുന്നുണ്ടല്ലോ. ഞാൻ ഇവിടെ സ്ഥിരതാമസക്കാരനാണ്, എറണാകുളത്ത് 3 വർഷമായി. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് അവിടുന്ന് വോട്ടർമാരോട് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ? ഞാൻ നിലമ്പൂർക്കാരൻ. ആയിക്കോട്ടെ, അദ്ദേഹം പാർട്ടി സെക്രട്ടേറിയറ്റിന് ഈ ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? എന്തെല്ലാം വിഷയങ്ങൾ അവിടെ ഉണ്ടായി. ഈ 3 മാസത്തിന്റെ ഉള്ളിൽ 4 ആളെ മൃഗങ്ങൾ ആക്രമിച്ച് അവിടെ കൊന്നു. 3 ആന ചവിട്ടിക്കൊള്ളലും ഒരു കടുവ പിടിച്ചു. ഇയാളൊന്നും കണ്ടില്ലല്ലോ, ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ജനങ്ങൾ കണ്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഭാഷയും സാഹിത്യവും ഒക്കെ പറയാം. അപ്പൊ പ്രണയത്തെ കുറിച്ചാണ് പുള്ളി സംസാരിക്കുന്നത്. ഇന്നലെ ഞാൻ കണ്ടു. ഏത് പ്രായത്തിലും നമുക്ക് പ്രണയം ഉണ്ടാവും. മനുഷ്യനെ പുലി കടിച്ച് കീറുമ്പോ ഒരു സ്ഥാനാർത്ഥി പറയുന്ന കാര്യം പ്രണയത്തെക്കുറിച്ച്. ഇവരുടെയൊക്കെ ലെവൽ അതാണ്. പച്ച മനുഷ്യന്റെ കാര്യം പച്ചയായി പറയാൻ ഒരാളുമില്ല. അത് പറയുമ്പോ ഞാൻ അധിക പ്രസംഗി, ഞാൻ ധിക്കാരി. ആ അധിക പ്രസംഗം തുടരും, ആ ധിക്കാരവും തുടരും. അത്രേ അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഇതെന്നും പ്രധാന ചർച്ചാ വിഷയം നിലമ്പൂർക്കാർക്ക് ഇതാണ്. നിങ്ങളൊക്കെ ഇപ്പൊ വരികയല്ലേ നിലമ്പൂരിലേക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട്? നിലമ്പൂരിൽ എന്നും രാവിലെയും വൈകുന്നേരം ഉച്ചക്കും മനുഷ്യർ തമ്മിൽ ചർച്ച ചെയ്യുന്നത് തന്നെയാ. 7 മണിയാകുമ്പോഴേക്ക് കട അടച്ച് വീട്ടിൽ പോവുക. പോത്തുകല്ലും ഈ പറയുന്ന കരളായിലും വഴിക്കടവിലൊക്കെ കടകൾ തുറക്കുന്നില്ല. നിലമ്പൂരിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വൈകുന്നേരം ഈ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. അറിയാം നിങ്ങൾക്ക്? അവരാ കടയിൽ കിടന്നുറങ്ങി രാവിലെ 6 മണിന്റെ ബസ്സിന് വീട്ടിൽ പോയി കുളിച്ച് തിരിച്ചു വരിക. കാരണം എന്താ? ബൈക്ക് കൊണ്ട് പോകാൻ പറ്റില്ല, ബൈക്കിനെ ഇടിച്ചു തള്ളുകയാണ്. ഇപ്പം 3 എണ്ണം കിടക്കുന്നുണ്ട്. ഇതറിഞ്ഞു ആഷ്കർ? ഇപ്പം മമ്പാട് പന്നി രാവിലെ ആക്രമിച്ച് 3 പേര് ഇപ്പൊ ജില്ലാ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. ഇപ്പോ 1 മണിക്കൂർ ഞാൻ വരുമ്പോഴാണ് പോണ വരുന്നത്. കുളിക്കാൻ ഇറങ്ങിയാലേ വന്ന് കുളിക്കടവിൽ വന്ന് കുത്തിയത്. നമ്മൾ പോയി നോക്കൂ. അപ്പൊ നിലമ്പൂരിൽ ഇതെന്നും ചർച്ച ചെയ്യാം. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. നിങ്ങളൊക്കെ പുതിയ അനുഭവം ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്. രാജ്യത്തിന്റെ ഭരണഘടന മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് പറയുന്നുണ്ട്. ആ ഭരണഘടന പോലും ലംഘിച്ച് ഈ പറയുന്ന ഇന്റർനാഷണൽ ലോബിക്ക് വേണ്ടിയിട്ട് പശ്ചിമഘട്ടത്തിന്റെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്ന അതിന് സർക്കാർ നിന്നു കൊടുക്കുകയാണ്. വെടിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോ കത്തഴിച്ചെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. പച്ചക്കള്ളം വഞ്ചനയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. 1972 അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുമ്പോൾ തന്നെ അതിലെ സെക്ഷൻ 11(1)(a) എന്ന് പറയുന്നത് മനുഷ്യനെ ആക്രമിക്കുകയോ കൊല ചെയ്യുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന
ഏത് വന്യജീവിയെയും വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാൻ ചീഫ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നുണ്ട്. ആ അധികാരം ഈ സ്റ്റേറ്റിൽ ഉപയോഗിക്കുന്നില്ല. അതാ അവിടുത്തെ പ്രശ്നം. മറ്റു സ്റ്റേറ്റുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് ഡെപ്യൂട്ട് ചെയ്യാം, റേഞ്ചർക്ക് ഡെപ്യൂട്ട് ചെയ്യാം, DFOക്ക് ഡെപ്യൂട്ട് ചെയ്യാം. ഈവൻ ഹി ക്യാൻ ഡെപ്യൂട്ട് ദ പോലീസ്. ആർക്ക്? ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. പച്ചയായി ആ നിയമത്തിൽ എഴുതി വെക്കുമ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ ആളെ പറ്റിക്കാൻ ഇപ്പം ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് കത്തയച്ചു പറഞ്ഞ് നിൽക്കുകയാണ്. ഇതൊക്കെയാണ് വസ്തുത. ഇതാണ് വിഷയം. ഒറ്റ കാര്യം കൂടി, അതായത് ഇന്നലെ നടന്ന മരണം എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്പോൺസേഡ് മർഡർ എന്നാണ്, സർക്കാർ സ്പോൺസർ ചെയ്ത കൊലപാതകം എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥി പറഞ്ഞത്. അങ്ങനെ ഇവിടെ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഇത്തരം മരണങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദിത്തം ഗവൺമെന്റ് തന്നെയാണ്. അതിന് ഒരു തർക്കമില്ല. ഇനിയിപ്പോ പറയുന്നു പന്നിയെ പിടിക്കാനാണ് കമ്പി ടെറസി എടുക്കാനാണ്. ആ പന്നിയെ അവിടെ എത്തിച്ചതാര സർക്കാരല്ലേ? ആ പന്നിയെ മനുഷ്യൻ ജീവിക്കുന്നിടത്ത് പന്നി വരാൻ പാടില്ലല്ലോ. പന്നി കാട്ടിലല്ലേ ജീവിക്കേണ്ടത്? അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? മോറൽ റെസ്പോൺസിബിലിറ്റി സർക്കാരിന് തന്നെയാണ്. അല്ല ജനങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റുമോ? ഈ പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് KSCB-യുടെ ഇത്തരത്തിൽ അവരുടെ വിശദീകരണം ഔദ്യോഗികമായി വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഇത്തരത്തിൽ അവിടെ നിന്ന് അനധികൃതമായി വലിച്ചുണ്ടാക്കിയ സാഹചര്യമാണെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോ താങ്കൾക്ക് എന്താണ് പറയാൻ? അല്ല, അതിലൊന്നും ഞാൻ ഈ ഊഹോപാധങ്ങൾക്കൊന്നും മറുപടി പറയാനില്ല. ഞാനത് കണ്ടിട്ടില്ല. അത് കണ്ടവരാരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അത് KSCB ഇങ്ങനെ വലിച്ചതാണ്, അങ്ങനെ വലിച്ചത്. അതൊക്കെ പലതും പറയും. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനുള്ള പോലീസ് വനമന്ത്രി പാട്ട് പാടാൻ നടക്കില്ലേ? കൽപ്പറ്റയില് ഗീതയെ പന്നി പിടിച്ച് പുലി പിടിച്ച് അവിടെ തെരയുമ്പോ കോഴിക്കോട് കടപ്പുറത്ത് ഫാഷൻ ഷോയിൽ പാട്ടുമാണ് കേരളത്തിലെ ഫോറസ്റ്റ് മന്ത്രി. കണ്ടാണല്ലോ റോമാ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോഴേ നീറോ ചക്രവർത്തിമാര് വീണ വായിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അത് നടത്തിയവനാണ് ഇവിടുത്തെ ഫോറസ്റ്റ് മന്ത്രി. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയും. അത്രേ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ.